ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഭഗവത്ഗീതയിലൂടെയുള്ള ജീവിത വിജയം എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒരു സത്യത്തെയാണ് ഗീത പറയുന്നത്. എല്ലാ മനുഷ്യർക്കും, ആണ് പെണ്ണെന്ന വ്യത്യാസമില്ലാതെ ഏത് പ്രായത്തിലുമുള്ളവർക്ക് ഈ വിജയം എന്ന് പറയുന്നത് അവരവരുടെ മനസ്സിൽ തന്നെയുള്ള വിജയമാണ്. അതായത് നാം മനസ്സിലാക്കാത്തൊരു ജീവിത സത്യം, നമ്മുടെ മനസ്സ്, നമ്മുടെ വികാര വിചാരങ്ങൾ, അതെല്ലാം നമ്മൾ അറിയാതെ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. മീൻസ് നമ്മുടെ സ്വഭാവങ്ങൾ, ശീലങ്ങൾ. ഇപ്പം പലപ്പോഴും നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ചില ശീലങ്ങളങ്ങനെ തുടർന്നു കൊണ്ടിരുന്നാൽ അത് നമ്മളിലൊരു സംസ്കാരത്തെ രൂപപ്പെടുത്തി പിന്നീടതൊരു ഉറച്ച ജീവിതചര്യയായി മാറുമ്പോൾ പിന്നെ നമുക്ക് അത്തരം ജീവിതത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അത്ര എളുപ്പമല്ലാതെയോ. മനസ്സെന്ന് പറയുന്നത് ഒരു പട്ടുനൂൽ പുഴുവിൻ്റെ കുക്കൂൺ പോലെയാണ്, അതിൻ്റെ കൂട് പോലെയാണ്. പാവം പുഴു, അതിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നൊരു പശ, അതങ്ങനെ ഒരു ചുറ്റിയടിച്ച്, അതൊരു മൾബറി ചെടിയിലൊക്കെ ആയിരിക്കും, അതങ്ങനെ കറങ്ങും ആ പശയും വെച്ചിട്ട്. ആ പശ നൂലായി 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 ഈ പാവം പുഴു കരുതുന്നത് ഈ പശയുടെ അല്ലെങ്കിൽ പശ നൂലായി അതിൻ്റെ മുകളിലാണത് സഞ്ചരിക്കുന്നതെന്നാണ്. പക്ഷേ ആ പുഴു അറിയുന്നില്ല, ഈ പുഴു ഉണ്ടാക്കുന്ന പശ കൊണ്ടുള്ള നൂല്, ആ നൂല് ഈ പുഴുവിൻ്റെ പുറം ഭാഗത്ത്, അതായത് പുഴു ഇതിൻ്റെ അകത്തകത്തകത്ത് പെട്ടുപോകുന്നത്, ഈ കൂടിൻ്റെ അകത്ത് പെട്ടുപോകുന്ന പുഴു അറിയുന്നില്ല. പിന്നീട് പുഴു ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ടോ അറിയില്ല, അറിഞ്ഞാൽ തന്നെ പുറത്ത് കടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അപ്പം ആലോചിക്കൂ, സ്വന്തം ജീവിതം ഒരു കൂടിനകത്തേക്ക് ആക്കി അവസാനം ആ കൂട്ടിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ പിന്നെ അതിൽ കിടന്ന് ജീവിതം തീർക്കുകയുള്ളൂ വഴി. ഇതുപോലെയാണ് മനുഷ്യൻ അവൻ്റെ സ്വഭാവത്തിൽ, അവൻ അറിയുന്നില്ല, അവൻ ആ സ്വഭാവത്തിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി ലൈക്ക് കുക്കൂൺ, പട്ടുനൂൽ പുഴുവിനെ പോലെ. ഒരു എട്ടുകാലിയുടെയും പട്ടുനൂൽ പുഴുവിൻ്റെയും കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എട്ടുകാലി ഒരു വലയുണ്ടാക്കിയാൽ ആ വലയുടെ മുകളിലൂടെയാണ് സഞ്ചരിക്കുക, അതുകൊണ്ട് വലയിൽ ഒരിക്കലും അത് പെടുന്നില്ല. എന്നാൽ പട്ടുനൂൽ പുഴുവിൻ്റെ കാര്യത്തിൽ അതുണ്ടാക്കുന്ന നൂൽ വലയുടെ ഉള്ളിൽ അത് പെട്ടുപോകും. ഇതുപോലെയാണ് പല മനുഷ്യരും അറിയുന്നില്ല, അവരുടെ നൂലെന്ന് പറയുന്ന ചിന്തകൾ, ശീലങ്ങൾ, സ്വഭാവങ്ങൾ, സംസ്കാരങ്ങൾ, അവരുടെ വികാര വിചാരങ്ങൾ, ഇതൊക്കെ അവരിങ്ങനെ രൂപപ്പെടുത്തി ഇവരതിൻ്റെ ഉള്ളിൽ കുരുങ്ങിപ്പോകുന്നു. പിന്നെ അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാതെ വരും. നമ്മൾ ഇന്നത് പൊതുവെ പറയാം അഡിക്ഷൻ എന്ന് പറയില്ലേ, ശീലങ്ങൾ എന്ന് പറയും. അപ്പം അതുകൊണ്ടാണ് കുട്ടികൾ ഇപ്പം മൊബൈലിൽ അഡിക്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ചിലർ മദ്യത്തിലോ മയക്കുമരുന്നിലോ അഡിക്റ്റഡ്. പിന്നെ അവർക്ക് ആ കൂടിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പുറത്ത് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൻ്റെ പേരാണ് പരാജയം, ഡിപ്രഷൻ, ഫ്രസ്ട്രേഷൻ. ഭഗവത്ഗീത നമുക്കത് കാണിച്ചു തരികയാണ്. നിങ്ങൾ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശീലങ്ങളും സ്വഭാവങ്ങളും നിങ്ങളെ കുരുക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ അറിയില്ല നിങ്ങൾ കുരുങ്ങിപ്പോന്ന്. അങ്ങനെ നിങ്ങളെ കുരുക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കടക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസമാണ്. അതാണ് നമ്മൾ ഡിപ്രഷൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, മാനസികമായിട്ട് വല്ലാത്തൊരു ദുരിതത്തിലാണ് അവർ. ചിലർ മാനസിക രോഗങ്ങളിലേക്ക് അമിതമായി അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ നിവൃത്തിയുള്ളൂ. പല ആളുകളിൽ നിങ്ങൾക്ക് കാണാം, ഡിപ്രഷൻ വന്നിട്ട് ഒരു തരത്തിലും പുറത്ത് കടക്കാൻ പറ്റാതെ ആ ലോകത്തിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്നവർ. അത് വല്ലാത്തൊരു മാനസികാവസ്ഥ, അത് അറിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് ജീവിതത്തിൽ വളരെയധികം ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഭർത്താവിൽ നിന്നൊക്കെ ടോർച്ചറിങ് കിട്ടിയിട്ട് വളരെ ഡിപ്രഷനിൽ പോയൊരു പെൺകുട്ടിയെ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ട്, ആ പെൺകുട്ടിക്ക് ആ ഭർത്താവിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ വിറയ്ക്കാൻ തുടങ്ങും. അത്ര പേടി, കാരണം അത്ര ക്രൂരത കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്.
അപ്പം തന്നെ ഉപദ്രവിക്കുക, തന്നെ നശിപ്പിക്കുക, തന്നെ കൊല്ലുക എന്നുള്ള പേടി, ഇതിങ്ങനെ കൂടി ആ ഡിപ്രഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അപ്പം ആദ്യം നാം അറിയേണ്ടത് നമ്മുടെ മനസ്സിനെ നാം തന്നെയാണ് തളർത്തുന്നത്. നമ്മുടെ മനസ്സിനെ നാം തന്നെ തളർത്തും. അപ്പം അതുകൊണ്ട് തളരാതിരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുണ്ടാക്കുന്ന ശീലങ്ങളുടെ സ്വഭാവങ്ങളുടെ പിടിയിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ, ആദ്യം നമ്മൾ വിചാരിക്കുമോ എനിക്കെന്തും നേരിടാനുള്ള കഴിവുണ്ട്, എനിക്കെന്തിനുള്ള കോൺഫിഡൻസ് ഉണ്ട്, എനിക്കെന്തിനുള്ള ധൈര്യമുണ്ട്. പക്ഷെ ഇതൊക്കെ നാം വെറുതെ ഇമാജിൻ ചെയ്യണം. കാരണം യാഥാർത്ഥ്യത്തോടടുക്കുമ്പോൾ, നമ്മൾ പറയില്ലേ മാങ്ങയോടടുക്കുമ്പോഴേ അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ, യാഥാർത്ഥ്യത്തോടടുക്കുമ്പോഴേ നമ്മുടെ കഴിവുകേട് നാം മനസ്സിലാവുള്ളൂ. എളുപ്പമല്ല എന്നുള്ളത്, പ്രയാസകരമാണെന്നുള്ളത്. അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ അർജുനന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യത്തെ അതിൻ്റെ മുഖം കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ നേരെ മുഖം വെക്കൽ എളുപ്പമല്ല. കാരണം ഇറ്റ്സ് വെരി സ്കെയറിങ്. വളരെ അർജുനെ സംബന്ധിച്ചൊരു വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കി. ഇതുപോലെ നമുക്കെല്ലാവർക്കും അമിതമായൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് അപകടമാണ്. എന്നാൽ നമുക്ക് ഉൾവലിഞ്ഞ് ജീവിക്കൽ അതും അപകടമാണ്. അതായത് പഴയ ശീലങ്ങളിൽ തന്നെ നിൽക്കൽ. കാരണം നാളെ നമ്മൾ കൂടുതൽ അത്തരം സ്വഭാവങ്ങളുടെ അടിമത്വത്തിലേക്ക് പോകും. അപ്പം എന്താണ് നമുക്ക് വേണ്ടത്? അപ്പം നാം മുൻകൂട്ടി കാണാൻ സാധിക്കും നമ്മളെ ചില ശീലങ്ങൾ കുരുക്കിയിടുമെന്നും ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി നാം നേരത്തെ തന്നെ തയ്യാറാക്കണം. ഇതാണ് വിജയത്തിനുള്ള ഹേതു. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയിൽ കുരുങ്ങിപ്പോവാതിരിക്കുക. ഇത് പറയുമ്പോൾ നിങ്ങൾ വാല്യൂ ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാവില്ല ഇപ്പോൾ. പക്ഷെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു വലിയ ദുഃഖത്തിൽ നിന്നും പുറത്ത് കടക്കൽ അത്ര എളുപ്പമല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, പല ബിസിനസ്സും തുടങ്ങാൻ വേണ്ടി പേപ്പർ മൂവ് ചെയ്ത് ആ പേപ്പർ റിജക്ട് ചെയ്തു, ഈ പേപ്പർ റിജക്ട് ചെയ്തു, മറ്റേ പേപ്പർ, അങ്ങനെ ഇട്ട് വലച്ച് ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പിന്നീട് സൂയിസൈഡ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ എത്ര ആളുകൾ. പാവം, കഴിഞ്ഞ ദിവസം ഞാനിത് പറയുമ്പോൾ ഒരാഴ്ച മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. 5 സെന്റ് ഭൂമിക്ക് ഒരു പേപ്പർ ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനി മുട്ടാത്ത വാതിലുകളില്ല, പിടിക്കാത്ത രാഷ്ട്രീയക്കാരില്ല, കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല, അവസാനം ഒരു തരത്തിലും കിട്ടില്ല എന്ന് കണ്ടപ്പോൾ കൊടുക്കുന്നില്ലേ അവർ ഒരു 5 സെന്റ്. എന്നാൽ എത്രയോ ആൾക്കാർക്ക് എന്തൊക്കെ കൊടുക്കുന്നു രാഷ്ട്രീയക്കാർ. പാവം തൂങ്ങി മരിച്ചപ്പം പിറ്റേ ദിവസം കലക്ടർ ആ പേപ്പർ കൊടുക്കണം. എന്നാൽ ആദ്യമേ കൊടുത്താൽ മനുഷ്യൻ ചാവില്ലായിരുന്നു. അപ്പം കൊടുക്കാൻ പറ്റുന്നൊരു പേപ്പറാണല്ലോ പിടിച്ചു വെച്ചത്. ഒരാലോചിച്ചു, ഒരാളുടെ ജീവൻ വില കൊടുക്കേണ്ടി വന്നു അതിന്. അപ്പം ഇങ്ങനെ ഒരു ഹൈ ഫ്രസ്ട്രേഷനിലേക്ക് മൈൻഡ് പോയി കഴിഞ്ഞാൽ പുറത്ത് കിടക്കാൻ ഏറെ പ്രയാസമാണ്. ഇന്നത്തെ യുവാക്കളും യുവതികളും തീരെ തിരിച്ചറിയാത്തൊരു സത്യമാണിത്. അനാവശ്യമായൊരു കോൺഫിഡൻസ്, എനിക്ക് എന്തു വന്നാലും ഞാൻ നേരിടുന്നുള്ളത്. നിങ്ങൾ കണ്ടില്ലേ ഈ ശബരിമല പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ 3 പെമ്പിള്ളേർ ഒരുമ്പെട്ട് ഇറങ്ങിയത്. ഞങ്ങൾ കയറും, ഞങ്ങൾ എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, നവോത്ഥാനം തേങ്ങ മാങ്ങ ചക്ക എന്നും പറഞ്ഞിട്ട് കയറിയതാണ് പോലീസ് സഹായത്തോടുകൂടി. ഇന്നിപ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഒരു ഫ്ലാറ്റ് കിട്ടാൻ, ഒരു വീട് കൊടുക്കാൻ ആരും തയ്യാറില്ല. സമൂഹത്തിൽ നിന്ന് അത്രയും ഒറ്റപ്പെട്ടു. കഴിഞ്ഞ ദിവസം അതിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഓട്ടോറിക്ഷ കയറി കോഴിക്കോട് എവിടെയാണ് പോയത്, ആ ഓട്ടോറിക്ഷക്കാരുണ്ട് പൊതുവെ റോട്ടിലിട്ട് തല്ലിയിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, എന്തൊരു അപകാസ്യമായ ജീവിതം. അതിലൊരു പെൺകുട്ടി പറയണത്, ഞാൻ ഈ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുക, എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, മറക്കരുത്. എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. ഒരാൾ കോളേജ് ലെക്ചറർ എന്താണ്, ഒരാൾ LIC ഉദ്യോഗസ്ഥയാണ്. ഇതൊക്കെ അറിവുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും തിരിച്ചു വരുമെന്നും അത് നേരിടാൻ പറ്റാതെ വരുമെന്നൊന്നും അറിയുന്നില്ല. ആ സമയത്ത് എന്തോ ആവേശത്തിലെടുത്ത് ചാടി പിന്നീട് ഒറ്റപ്പെട്ട് ദുരിതമനുഭവിച്ച് ദുഃഖമനുഭവിച്ച് എന്ത് ജീവിതം! ഇതൊക്കെയാണോ നവോത്ഥാനം? അവനവൻ്റെ ജീവിതം ഉയർത്താൻ പറ്റാത്ത നവോത്ഥാനമാണ് ഇവരൊക്കെ കൊണ്ടു നടന്നത്. അവനവൻ്റെ ജീവിതം കട്ടപ്പുകയാക്കിയിട്ട് നിങ്ങളെന്ത് നവോത്ഥാനം, നിങ്ങളെന്ത് ഈ സ്ത്രീ ശാക്തീകരണമാണ് സംസാരിക്കുക? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതുകൊണ്ട് ഗീത നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു മുൻകൂട്ടി നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മൾ പറയാം മുൻജാമ്യം, അതെ മുൻകൂർ ജാമ്യം. നമുക്ക് ഗീത കാണിച്ചു തരും. ദേ നോക്കിക്കോളൂ,
നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ശീലങ്ങളെ നിങ്ങൾ അനുകരിച്ച് പോയാൽ അതൊരു കുക്കൂൺ ജീവിതമാണ്. നിങ്ങളറിയുന്നില്ല, നാളെ നിങ്ങൾ ഒറ്റപ്പെട്ടു ഓരോ പ്രശ്നങ്ങൾ തീരുമാനമെടുക്കാതെ ദുരിതത്തിലാവും. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് മനോധൈര്യമുണ്ടെന്ന്. അപ്പം അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ആ മനസ്സിനെ ഇപ്പം നിങ്ങളുടെ കുക്കൂൺ കൂട് പൂർണ്ണമായിട്ടില്ലേ, രക്ഷപ്പെടാൻ ഇപ്പോഴും സാധിക്കും. മനുഷ്യൻ്റെ കാര്യത്തിൽ അതാണ്. മനുഷ്യൻ്റെ കൂട് എല്ലാവർക്കും ആ കൂട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് എന്താ പറയുക, ദുരിതം പെട്ടെന്നാവില്ല. ചിലർക്ക് പെട്ടെന്നാവും. അതാണ് പിന്നെ ഡിപ്രഷൻ വന്നവർ ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അത് കൂടായി കഴിഞ്ഞു, ഇനി ഒന്ന് രക്ഷപ്പെടാൻ പാടാണ്. അല്ലാത്തവർക്കൊക്കെ കൂട് റെഡിയാവുന്നല്ലോ. വേണമെങ്കിൽ അവർക്ക് പറന്നുയരാം, വേണമെങ്കിൽ അവർക്കതൊന്ന് പുറത്ത് കിടക്കാം. ഭാഗവതത്തിൽ അതിഗംഭീരമായൊരു ഉദാഹരണം പറയുന്നത്, യഥാ കുലാലചക്രേണ ഭ്രമതാം കുലാലചക്രേണ, ഈ കുശവന്മാർ കുടമുണ്ടാക്കുമ്പോൾ അതിനൊരു വീലിലാണ് ഈ കളിമണ്ണ് വെക്കുക. എന്നിട്ടാണ് അവർ ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ കുടങ്ങളും മറ്റ് പാത്രങ്ങളും ഒരുപാട് സാധനങ്ങളൊക്കെ അവരുണ്ടാക്കും. ഈ കുലാലചക്രത്തിൽ മണ്ണ് വെച്ചു കഴിഞ്ഞാൽ, കളിമണ്ണ് വെച്ചു കഴിഞ്ഞാൽ ആ ചക്രം കറങ്ങുമ്പോൾ അതങ്ങനെ കറങ്ങി പിന്നെ അയാൾ കൈ വെച്ചു കൊടുത്ത് ആ കൈ, പ്രത്യേകിച്ച് നിങ്ങൾ നോർത്തിലൊക്കെ കണ്ടിട്ടുണ്ടോ മണ്ണിൻ്റെ ഗ്ലാസ്സൊക്കെ കിട്ടും. ഇപ്പം ചായയൊക്കെ മൺഗ്ലാസ്സിലാണ് അവിടെ. അപ്പം ആ ഗ്ലാസ്സിൽ കൈ അങ്ങനെ വെച്ചു കൊടുത്താൽ ആ ഷേപ്പിൽ അങ്ങനെ വരാൻ തുടങ്ങും. എന്നാൽ അതിൽ ഒരു പിപീലിക ഉറുമ്പ് വന്നാലോ ഗതി അന്യത്ര. ആ ഉറുമ്പിന് വേണമെങ്കിൽ ആ ചക്രത്തിന് വിധേയമായി മണ്ണ് കറങ്ങുന്ന പോലെ കറങ്ങേണ്ട കാര്യമില്ല. പതുക്കെ ആ ചക്രത്തിൽ നിന്നും പുറത്ത് കടക്കാൻ അതിന് സാധിക്കും. കാരണം അതിൽ ജീവനുണ്ട്, അതിനൊരു ഇച്ഛാശക്തിയുണ്ട്. ഇതുപോലെ ഒരു ഉറുമ്പിന് പോലും ഇങ്ങനെ സാധിക്കുമെങ്കിൽ മനുഷ്യന് സാധിക്കാത്തതായിട്ട് എന്തുണ്ട്? പക്ഷെ നിരന്തരമായ സാധന വേണം. അപ്പം നിരന്തരമായ സാധനാനുഷ്ഠാനം നിങ്ങൾ അറിവോടുകൂടി കൊണ്ടു നടന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന കൃതാർത്ഥതയും സംതൃപ്തിയും, അതാണ് കൃഷ്ണൻ 4-ാമത്തെ അധ്യായത്തിലെ 39-ാം ശ്ലോകത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. തത്പര അതിൽ പരനായി, അല്ലെങ്കിൽ പരമമായ അതിൽ താല്പര്യമുള്ളവരെ. എന്താ പരമമായത്? ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരമം എന്ന് പറഞ്ഞാൽ പരമമായത്, ശ്രേഷ്ഠമായത്. അപ്പൊ ഒരു മനുഷ്യൻ ആദ്യം മനസ്സിലാക്കി തൻ്റെ ജീവിതം പരമപവിത്രമാണ്, തൻ്റെ ജീവിതം ശ്രേഷ്ഠമാണ്, പരമമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. തൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കാൻ, പരമമാക്കാൻ, പവിത്രമാക്കാൻ തനിക്ക് സാധിക്കും. അപ്പം അതിനെന്താ വേണ്ടത്? ശ്രദ്ധ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇപ്പൊ ജ്ഞാനത്തോടുകൂടി ശ്രദ്ധ. ഇപ്പൊ ഇവിടെ 2 ജ്ഞാനമുണ്ട്. ഒന്നാമത്തെ ജ്ഞാനം, എനിക്ക് എൻ്റെ ജീവിതത്തെ പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും, എനിക്ക് എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും. ഐ ആം നോട്ട് എ കുക്കൂൺഡ് വൺ. ഒരു കൺഫൈൻഡ് ആളല്ല ഞാൻ, എനിക്ക് പുറത്ത് കടക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിന് വേണ്ടത് പരിപൂർണമായ ആത്മാർത്ഥതയോടെയുള്ള അർപ്പണത്തോടുകൂടിയിട്ടുള്ള സാധനാനുഷ്ഠാനമാണ്. ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾക്ക് ക്രമേണ മനസ്സിലാവും, ഈ മനസ്സിനെ നിങ്ങൾ സാധനാനുഷ്ഠാനത്തിൻ്റെ ഒരു ട്രാക്കിലേക്ക് തിരിച്ചു വിട്ടാൽ ക്രമേണ നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തത, സ്വസ്ഥത, മനസ്സിനൊരു അയവ് വരാൻ തുടങ്ങും. മനസ്സ് വളരെ റിലാക്സ് ചെയ്യാൻ തുടങ്ങും. തുടക്കത്തിലല്ല, കുറേ പ്രാക്ടീസ് ചെയ്താൽ. അപ്പം നിങ്ങൾക്ക് പരാംശാന്തിം, പരമമായൊരു ശാന്തി ഉള്ളിൽ കിട്ടും. എന്ന് വെച്ചാൽ ഈ ശാന്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്തതായ ഒരു സുഖവും ആനന്ദവും സന്തോഷവും ഉള്ളിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കൂ, മനുഷ്യൻ നെട്ടോട്ടമോടുന്നത് ഈ ഒരു പരമമായ സുഖത്തിനും സമാധാനത്തിനും ശാന്തിക്കും സംതൃപ്തിക്കൊക്കെ വേണ്ടിയിട്ടാണ്.
പക്ഷെ അത് അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് അവൻ അറിയുന്നില്ല. മറിച്ച് അവൻ കരുതുന്നത് തൻ്റെ ഇന്ദ്രിയങ്ങളുടെ ലോകത്തിൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് തനിക്ക് സുഖം കിട്ടുന്നതെന്നാണ്. അതാണ് പാവം കള്ളിൽ അങ്ങനെ മുഴുകിപ്പോകുന്നത്. കാരണം ലഹരി അങ്ങോട്ട് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ തലച്ചോറ് മുഴുവൻ മരവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. കാരണം മനസ്സിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ സെക്സ്, അതുപോലെ ഡ്രഗ്സ്, ഇങ്ങനെ ഓരോന്നിൻ്റെയും പിന്നിൽ മനുഷ്യൻ അവൻ്റെ മനസ്സിനെ അങ്ങോട്ട് വല്ലാതെ എക്സൈറ്റഡ് ആക്കി അതിൽ കിട്ടുന്ന അല്പസുഖത്തെയാണ് അവൻ വലിയ സുഖമായിട്ട് കൊണ്ട് നടക്കുന്നത്. എന്നിട്ടോ ആ സുഖത്തിൻ്റെ അടിമയായി അവൻ അതിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെയധികം ദുർബലമായ ശക്തി കുറഞ്ഞ ഒരു മനസ്സാണ് അവന് കിട്ടാൻ പോകുന്നത്. ഈ സത്യം നമ്മൾ ചെറുപ്പത്തിൽ അറിയില്ല. പ്രണയത്തിൻ്റെ തീവ്രതയിൽ കുരുങ്ങിപ്പോകുന്നവരറിയുന്നില്ല. ഇത് ക്രമേണ മാനസികമായ ഒരു ദുർബലതയിലേക്കാണ്, തകർച്ചയിലേക്കാണ് ഞാൻ പോകുന്നതെന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ റോട്ടിൽ കാമം തലയ്ക്ക് കയറി പട്ടികൾ അതിൻ്റെ കാമതൃപ്തിക്ക് വേണ്ടി ഇരയുടെ പിന്നാലെ ഓടുമ്പോൾ ചീറിപ്പാഞ്ഞ് വരുന്ന വാഹനത്തെ പാവത് കാണില്ല. ഹൈവേയിലൊക്കെ കണ്ടിട്ടില്ലേ ധാരാളം അടിച്ച് തെറിപ്പിച്ച് പാവം വയറെല്ലാം പൊട്ടി കീറിച്ചെതറി. അങ്ങനെ എത്ര പട്ടികളാണ് അവിടെ കിടക്കുക റോട്ടിൽ. ഹൈവേയിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരറ്റത്തുനിന്ന് നിങ്ങൾ കാസർഗോഡ് മുതൽ ഇങ്ങനെ ഏറെക്കുറെ നിങ്ങൾ സേലം ആ റൂട്ടിലൊന്ന് പോയി നോക്കണം. എത്ര പട്ടികൾ അവിടെയും വെട്ടിയും തട്ടി ചത്ത് കിടക്കുന്നത് കാണാൻ സങ്കടം തോന്നും. അത് പ്രത്യേകിച്ച് അതിലൊരു മേറ്റിംഗ് സീസൺ വരുമ്പോൾ കൂടുതലാണ്. കാരണം അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സ്. അവൻ അറിയുന്നില്ല, അവൻ ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സുഖങ്ങളുടെ ഒന്നും പിന്നാലെ പോകരുതെന്നല്ല പറയുന്നത്, നിങ്ങൾ പൊയ്ക്കോളൂ. പക്ഷേ നിങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ലയിപ്പിക്കാൻ സാധിക്കും എന്ന് നിങ്ങളറിയാം. നിങ്ങൾക്ക് മറ്റു സുഖങ്ങൾ കിട്ടുന്നതിനേക്കാളും ശ്രേഷ്ഠമായിട്ട് നിങ്ങളിൽ തന്നെ സുഖം കിട്ടാൻ സാധിക്കും. അതിന് നിങ്ങൾ സാധനാനുഷ്ഠാനങ്ങളിൽ മുഴുകണം. അപ്പം ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു സുഖത്തിലേക്ക് മനസ്സിനെ ആരെങ്കിലും ഒന്ന് പരിശീലിപ്പിച്ച് കൊണ്ടുപോയാൽ മനസ്സിലാവും വിഷയസുഖങ്ങൾക്കതീതമായൊരു ആത്മസുഖം നമ്മളിലുണ്ടെന്ന്. ഇതനുഭവിച്ചുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ പറയുന്നത്, പരയുടെ പൽനുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു നൂറ്റാണ്ടരനൊടി നിമിഷം പോലെ തോന്നുന്നു. പരയുടെ പൽനുകർന്ന ഭാഗ്യവാന്മാർക്ക് ഈ തരത്തിൽ നാം ചില സാധനാനുഷ്ഠാനങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ പരാംശാന്തി, പരമമായ സംതൃപ്തി, പരമമായൊരു സുഖം, അതും ശക്തി ചോരാത്ത, ദുർബലതയില്ലാത്ത, ധീരമായ, കരുത്തുള്ള, ശക്തിയുള്ള ഒരാത്മസുഖം. അചിരേണാധിഗച്ഛതി, അത് അചിരേണാദി, ഒട്ടും വൈകാതെ, അതായത് നിരന്തരമായ പ്രാക്ടീസിലൂടെ നമുക്കത് കൈവരിക്കാൻ സാധിക്കുമെന്ന് കൃഷ്ണൻ ഉറപ്പു തരികയാണ്. അപ്പം നോക്കൂ, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വേണ്ടുന്ന പരമസുഖം, പരമസന്തോഷം, ഇത് നമ്മളിൽ തന്നെ നേടിയെടുക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് പറഞ്ഞു ശീലിക്കണം. എൻ്റെ മനസ്സിനെ വികസിപ്പിക്കാൻ എനിക്ക് സാധിക്കും. മനസ്സിൻ്റെ വികാസത്തിലാണ് മനസ്സിൻ്റെ വലിയ സുഖം ഇരിക്കുന്നത്, മനസ്സിൻ്റെ ശക്തി ഇരിക്കുന്നത്. ദുർബല മനസ്സ് നമുക്ക് തരുന്നത് ഭയവും ദുഃഖവും വിഷമവും വേദനയും വിഷാദവും തുടങ്ങിയിട്ടുള്ള സകല നെഗറ്റിവിറ്റി. ദുർബല മനസ്സ് സങ്കുചിത മനസ്സാണ്. എന്നാൽ സന്തോഷവും സുഖവും ധൈര്യം തരുന്ന മനസ്സ് വികാസ മനസ്സാണ്. വികസിച്ച മനസ്സിന് ശക്തി, ധൈര്യം, കരുത്ത് കൂടുതലാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. വൈ ഐ എം സോ വീക്ക്? ബിക്കോസ് മൈ മൈൻഡ് ഈസ് സോ നാരോ. ഇനി എന്താണ് ഞാൻ ചെയ്യുന്നത്? സാധനാനുഷ്ഠാനങ്ങൾ. അപ്പം നിരന്തരമായ ആത്മാർത്ഥതയോടുള്ള അർപ്പണത്തോടുകൂടിയ സാധനാനുഷ്ഠാനം. അങ്ങനെ സാധനാനുഷ്ഠാനം ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പുവരുത്തണം, ദിസ് ഈസ് ഫോർ എക്സ്പാൻഡിങ് മൈസെൽഫ്. എൻ്റെ മനസ്സിനെ വികസിപ്പിക്കാനാണ്. അതിന് ഞാൻ ഏതെങ്കിലും ഒരു മന്ത്രത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അതിൽ തന്നെ ഇൻവോൾവ് ചെയ്ത് അതിൽ മനസ്സിനെ പരിപൂർണമായി ലയിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സും ആ മന്ത്രവും തമ്മിൽ ഏകാഗ്രത വരുമ്പോൾ, അല്ലെങ്കിൽ അതുമായിട്ടുള്ള താതാത്മ്യം വരുമ്പോൾ, മനസ്സ് ക്രമേണ അതിൻ്റെ സങ്കുചിതമായ സ്വാർത്ഥ ചിന്തകളിൽ നിന്ന് വികസിച്ച് അതങ്ങനെ ക്രമേണ വിടർന്ന് പരാംശാന്തിം മജിരേണാധിഗച്ഛതി,
ഒരു പരമമായ ശാന്തി നമുക്ക് അത് നേടിത്തരും. അപ്പൊ നോക്കൂ, ഈ പരമമായ ശാന്തി, പരമമായൊരു സുഖം, പരമമായൊരു സംതൃപ്തി നമ്മളിൽ ഉണ്ടെന്ന് കൃഷ്ണൻ ഉറപ്പു തരികയാണ്. ദർ ഇസ് നോ ഡൗട്ട്. അപ്പൊ നമ്മൾ ശാന്തിക്ക് സമാധാനത്തിന് എവിടെയെങ്കിലും പോകേണ്ടതുണ്ടോ? എവിടെയെങ്കിലും ഓടിപ്പോകേണ്ടതുണ്ടോ? എനിക്ക് കുറച്ച് ശാന്തി വേണം, എനിക്ക് കുറച്ച് സമാധാനം വേണം. നാളുകൾ അമ്പലങ്ങളിലേക്ക് ഓടുകയാണ് ശാന്തിക്ക് സമാധാനത്തിനും വേണ്ടി. എവിടെയൊക്കെ പോയാലും നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ദുർബലമായ മനസ്സാണ്. ഈ ദുർബല മനസ്സുള്ളിടത്തോളം കാലം എന്ത് ശാന്തി സമാധാനമാണ് നമ്മൾ പറയുന്നത്. തൽക്കാലം ആ ഒരു ചുറ്റുപാട് നമുക്കൊരു ചെറിയൊരു സ്വസ്ഥത തന്നേക്കാം. പക്ഷെ നിങ്ങൾ വീണ്ടും അസ്വസ്ഥമായൊരു ചുറ്റുപാടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വീണ്ടും അശാന്തരാണ്. അശാന്തസ്യകുത സുഖം. അശാന്തിയുള്ള ഒരാൾക്ക് എവിടെയാണ് സുഖം? ഗീതയിൽ 2-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയേണ്ടായി. അപ്പം അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ഈ 2-3 കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. ഒന്നാമത്തെ കാര്യം, എൻ്റെ മനസ്സിനെ വികസിപ്പിക്കാൻ എനിക്ക് സാധിക്കും. ഞാനങ്ങനെ വികസിപ്പിക്കാൻ ചെയ്യാതിരുന്നാൽ, ആ വികാസത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ ആ മനസ്സ് സങ്കുചിതമാകും, സ്വാർത്ഥനിഷ്ഠമാകും. അങ്ങനെ സ്വാർത്ഥനിഷ്ഠമായ സങ്കുചിതമായ മനസ്സ് ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും വിഷാദത്തിൻ്റെയും കൂടരങ്ങാണ്. ആ കൂട്ടിൽ നിന്ന് പിന്നെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ മനസ്സിനെ വികസിപ്പിക്കാനാണ് ഞാൻ ക്ഷേത്രങ്ങളിലും പൂജാമുറികളിലും ഒക്കെ ഇരിക്കുന്നതെന്ന പൂർണ്ണ ബോധ്യത്തോടെ, ജ്ഞാനത്തോടെ, ജ്ഞാനവാൻ ശ്രദ്ധാലഭത്തെ, ജ്ഞാനമുള്ളവർക്ക് ശ്രദ്ധയുണ്ട്, ശ്രദ്ധയുള്ളവർക്ക് ജ്ഞാനമുണ്ട്. അങ്ങനെ സാധനാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിപ്പിക്കുമ്പോൾ അവർ കടന്നു പോകുന്ന ഒരു അനുഭവമാണ് പരാം ശാന്തിയും. കാരണം മനസ്സതിലേക്ക് ഏകാഗ്രമായി ആ മന്ത്രത്തിലേക്ക് അങ്ങനെ അലിഞ്ഞു ചേരുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു പരമമായ സംതൃപ്തി, ഇത് തരുന്നൊരു കൃതാർത്ഥത. നോക്കുന്നു, ഇതൊക്കെ മനുഷ്യർക്ക് സാധിക്കുന്നതുകൊണ്ടല്ലേ കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. എന്നിട്ടും മാനവരാശി ദുഃഖത്തിലാണ്, എന്നിട്ടും മനുഷ്യൻ പ്രയാസത്തിലാണ്. പൂജാമുറിയിൽ സകല ദൈവങ്ങളുടെ ഫോട്ടോ വെച്ച് കരയുന്ന, വേദനിക്കുന്ന, വിഷമിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അവരറിയുന്നില്ല എല്ലാ നിധിയും അവരുടെ ഉള്ളിൽ കയ്യിൽ വെച്ചിട്ടാണ് അവർ കരയുന്നതെന്ന്. ഒരു കഥ പറയുന്നത് പോലെ, കഥയല്ല, യാഥാർത്ഥ്യം തന്നെ. ഈ ഭിക്ഷാടനമൊക്കെ ചെയ്ത്, യാചനയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് കഷ്ടം തോന്നും അവരുടെ കാര്യം. നോക്കൂ, പക്ഷെ അവരുടെ കഷ്ടം നിങ്ങൾക്ക് തോന്നുന്ന അവരുടെ യാചകത്വമാണ് കഷ്ടം എന്നുള്ളതാണ്. വാസ്തവത്തിൽ അതിനേക്കാൾ കഷ്ടം എന്താണെന്ന് വെച്ചാൽ, യാചിച്ച് ലക്ഷങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും, ആ ഭാണ്ഡത്തിലുണ്ടാവും. പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്താതെ പാവം 1 രൂപയ്ക്ക് വേണ്ടി വീണ്ടും കെഞ്ചി അവസാനം അങ്ങനെ ദരിദ്രനായി. ഞാനിത് പറയുമ്പോണ്ടല്ലോ വ്യക്തമായ അനുഭവത്തോടുകൂടി ഇതാ പറയുന്നത്. ഗുരുവായൂരിലൊരു ഇങ്ങനെ അവിടെ ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരമ്മ മരിച്ചു. അപ്പോൾ പിന്നെ ഗുരുവായൂർ ദേവസ്വത്തിന് പിന്നെ പൈസ ആവശ്യമുള്ളൂ. ഭണ്ഡാരത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അവർ ഭക്തരെ പോലും ചവിട്ടി ഓടിക്കും. അവർ ഈ കറക്കാൻ നമ്മൾ വാങ്ങിക്കുന്ന കറവ പശുക്കളുണ്ടല്ലോ, അതുപോലെയാണ് ഭക്തരെ കാണുന്നത്. ഭക്തരൊക്കെ ഒരു കറവ പശു, കറന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചവിട്ടി ഓടിക്കുക എന്നുള്ളത്. വീണ്ടും നീ പാലും കൊണ്ടുപോകാൻ ഞാൻ കറന്നെടുത്തോളാം എന്നതുപോലെയാണ് അവരുടെ കാര്യം. ഏതായാലും ഈ പാവം ഈ സ്ത്രീ മരിച്ചപ്പോൾ പോലീസിന് വേറെ നിവൃത്തിയില്ല. അവർ ബോഡി കൊണ്ടുപോകണം, പിന്നെ അവർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണം, അത് ചെയ്യണം, ഇൻവെസ്റ്റിഗേഷൻ, തേങ്ങ മാങ്ങ ചക്ക, അങ്ങനെ ഉണ്ടല്ലോ അവരുടെ എല്ലാ പ്രൊസീജിയർ ശരിയാക്കണം. അവർ ഇവരുടെ കയ്യിലുള്ള ഭാണ്ഡൊക്കെ ഒന്ന് പൊളിച്ചു നോക്കി, തുറന്നു നോക്കി. കാക്കെട്ട് പുഴുത്തം തുണികൾ നാറിയിട്ടെടുക്കാൻ വയ്യ, അത്ര ദുർഗന്ധം. പക്ഷെ അതിലൊക്കെ കിഴിയായിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവരുടെ കണ്ണ് തള്ളിപ്പോയി. കാരണം പണ്ട് 1000-ൻ്റെയൊക്കെ നോട്ടുണ്ടായിരുന്നു, 500-ൻ്റെ നോട്ട്, പിന്നെ അത് നിരോധിക്കപ്പെട്ടു. ആ നോട്ടുകളുടെ വലിയൊരു ശേഖരം, ചില്ലറകൾ, പുതിയ 2000-ൻ്റെ നോട്ട് എല്ലാം കൂടി എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ കണ്ടത് 7 ലക്ഷത്തി എത്രയോ രൂപ. കൈക്കൂപ്പി ഈ സംഗതി കയ്യിൽ വെച്ചിട്ടാണ് 1 രൂപയ്ക്ക് വേണ്ടി കെഞ്ചിക്കേണം ധരിച്ച്. പീഡികത്തിണ്ണയിൽ ആരാൻ്റെ ആട്ടും തുപ്പും കേട്ട് എല്ലാ തരത്തിലുള്ള ദുഷിച്ച വാക്കുകൾ കേട്ട് പോയി ചത്തുകൂടെ തള്ള ഇവിടെ ഇങ്ങനെ കിടന്ന് ഉപദ്രവിക്കാതെ എന്നൊക്കെയുള്ള വളരെ ശാപവാക്കുകൾ കേട്ട് ആരാ കേട്ടത്?
7 ലക്ഷം 8 ലക്ഷമൊക്കെ കയ്യിൽ വെച്ചിട്ട് ആ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റും ഇപ്പോഴും കുറേ സ്ഥലങ്ങളുണ്ട്. ഒരു 3000 4000 ഒക്കെ കൊടുത്താൽ 2000-ത്തിലധികം കൊടുത്താൽ ചെറിയ റൂമുകളൊക്കെ കിട്ടാനുണ്ട്. 2000 3000 മാസം കൊടുത്താൽ, ഇനിയിപ്പോൾ പോട്ടെ ഒരു 5000 കൊടുത്താൽ തന്നെ അത്യാവശ്യം ഡീസൻ്റായിട്ട് ജീവിക്കാനുള്ള റൂം കിട്ടും. എന്നാൽ തന്നെ ഇവരുടെ ഒരു ജീവിതം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു വർഷം മാക്സിമം പോയാൽ ഒരു 2 ലക്ഷം രൂപ ഇവർക്ക് ആവുള്ളൂ. പരം ഭക്ഷണമൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. എന്നിട്ടും പാവം ആ കാശ് കയ്യിൽ വെച്ച് പീരിക തെന്നയിൽ കിടന്ന് ഉറുമ്പരിച്ച്, ഒരാൾ നോക്കാനില്ലാതെ, ശ്വാസം കിട്ടാനില്ലാതെ, ദാഹിച്ച വെള്ളം കിട്ടാനില്ലാതെ മരവിച്ച് മരിക്കേണ്ടി വരുന്ന മനുഷ്യർ. ഈ കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ദാരിദ്ര്യത്തോടാണോ നിങ്ങൾക്ക് സഹതാപം തോന്നുക, അതോ അവരുടെ ഇങ്ങനെയുള്ള അവിവേക ജീവിതത്തോടാണോ? അതാണ് കൃഷ്ണൻ പറയുന്ന ഭാഗ്യഹീനന്മാർ. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം. താൻ എന്തിനാണ് ജീവിക്കുന്നത് അത് മറന്നുപോയി മനുഷ്യൻ. തൻ്റെ മനസ്സിനെ വികസിപ്പിക്കാനാണ്. കാരണം മനോവികാസത്തിലാണ് തനിക്ക് സുഖവും ശക്തിയും സംതൃപ്തിയും ഉണ്ടാകുന്നത്. അങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ മനുഷ്യന് സാധിച്ചാൽ ഇവിടെ എന്ത് ദുഃഖം, ഇവിടെ എന്ത് വിഷമം. ഏതായാലും കൃഷ്ണൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ, സപ്പോസ് നമ്മളിങ്ങനെ ജീവിച്ചിട്ടില്ല എങ്കിൽ, ഇപ്പം നമ്മൾ ആസ് ഇറ്റ് ഈസ് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതം ഇതിങ്ങനെ തുടർന്നാൽ നാം എവിടെയാണ് എത്തുക? എന്തായിരിക്കും അതിൻ്റെ പരിണതഫലം? ഈ കാര്യം കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.